ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് തുടങ്ങിയാണ്. അപ്പോൾ നമ്മൾ പ്രിവ്യൂ ഇടാൻ വേണ്ടി ഇത്ര ലേറ്റ് ആയിപ്പോയി. ആക്ച്വലി ട്രാവലിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രിവ്യൂ ഇടാൻ ലേറ്റ് ആയത്. നമ്മൾ ഇതിന് മുൻപായിട്ട് ഇന്ത്യൻ ടീം, ഈ ഒരു മത്സരത്തിലേക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു സ്ക്വാഡ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലണ്ട് സ്ക്വാഡിനെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പ്രിവ്യൂ വീഡിയോ നമ്മൾ ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ടെസ്റ്റ് സ്ക്വാഡിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ തലമുറ മാറ്റം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ന്യൂ ലുക്ക് സ്ക്വാഡുമായിട്ടാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലെത്തുന്നത്. ഇതിനു മുമ്പായിട്ട് ഇന്ത്യൻ ടീം വിരാട് കോഹ്ലി, പുജാര, രഹാനെ, അശ്വിൻ, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, ഈ 5 പേരില്ലാതെ ഒരു ടെസ്റ്റ് മത്സരത്തിന് ഇറങ്ങിയത് 2011 ഓവലിൽ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് 14 വർഷങ്ങൾ പിന്നീട് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇവരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം ഈ 5 പേരില്ലാതെ വീണ്ടും ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം കളിക്കാൻ ഇറങ്ങിയാണ്. അന്ന് ഒരു ട്രാൻസിഷൻ ടൈം ആയിരുന്നു. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒഴിച്ചിട്ട് ആ 4ാമത്തെ ആ ഒരു സ്പോട്ടിലേക്ക് വിരാട് കോഹ്ലി അങ്ങനെ ഈസി ആയിട്ട് സീംലെസ് ആയിട്ട് ട്രാൻസിഷൻ ചെയ്തു. അതുപോലെ തന്നെ നമ്പർ 3-ൽ രാഹുൽ ദ്രാവിഡ് ഒഴിച്ചിട്ട് നമ്പർ 3-ലേക്ക് അതുപോലെ തന്നെ ഒരു വൻമതിൽ, ഒരു കോട്ട പോലെ തന്നെ ചേതേശ്വർ പുജാര വന്നു. ഇനി ഈ സീരീസിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ട്രാൻസിഷൻ ഉണ്ടാകുമോ? ഇപ്പം 4ാം നമ്പറിൽ നമുക്കറിയാം വിരാട് കോഹ്ലിക്ക് പകരം ഇറങ്ങുന്നത് ക്യാപ്റ്റൻ കൂടിയ ശുഭ്മാൻ ഗില്ലാണ്. 3ാം നമ്പറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോസപ്പാണ്. ഇന്ത്യ ഇപ്പോഴും തീർച്ചയാക്കിയിട്ടില്ല ആരാണ് 3ാം നമ്പറിൽ ഇറങ്ങുക എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു നമ്പറിൽ ആര് വരും? ഇപ്പം നമുക്കറിയാം ഒരു ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് 3-4 എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ വരും? ശുഭ്മാൻ ഗില്ലിന് ആ ഒരു നമ്പറിൽ ശോഭിക്കാനാകുമോ? അതുപോലെ തന്നെ ഇന്ത്യയുടെ ന്യൂ നമ്പർ 3 ആരായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇനി അധികം വൈകാതെ തന്നെ മനസ്സിലാവും. ഇന്ത്യയുടെ ബാറ്റിങ്ങിലെ ബാക്കി സ്പോർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിങ് നമുക്കറിയാം ജയ്സ്വാൾ, രാഹുൽ ആയിരിക്കും ഇറങ്ങുന്നത്. നമ്പർ 3 കൺഫേംഡ് ആയിട്ടില്ല. 4ാം നമ്പറിൽ ഞാൻ പറഞ്ഞ പോലെ ഗില്ല്, 5ാം നമ്പറിൽ ഋഷഭ് പന്ത്, 6ാം നമ്പറും ഒരു ടോസപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യയുടെ ആ ഒരു ബാറ്റിംഗ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടാൻ ബാക്കിയുള്ളത് നമ്പർ 3 നമ്പർ 6 മാത്രമാണ്. ഇനി ബോളിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാലോ ജസ്പ്രീത് ബുംറ ഉണ്ട്. ബുംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലീഥലായിട്ടുള്ള ബോളറാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ബുംറയുണ്ട്. ബുംറയ്ക്ക് കൂട്ടായിട്ട് മിക്കവാറും സിറാജ് തന്നെ ആയിരിക്കും ഒരു സൈഡിൽ ഉണ്ടാവുക. പിന്നീട് ഒരു തേർഡ് സീമർ എന്ന് പറയുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഷദീപ് സിംഗ് കളിച്ച് കാണാനാണ്. കാരണം ആ ഒരു ലെഫ്റ്റ് ആം ജെനുവിൻ സ്വിംഗ് ബോളറാണ്. എന്നാൽ ഇനി ചിലപ്പോൾ നറുക്ക് പ്രസീദിനോ അല്ലെങ്കിൽ ആകാശ് ദീപിനോ ഒക്കെ വീഴാം. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ ഉണ്ട്. ഒരു ബാറ്റിംഗ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഷർദുൽ താക്കൂറിനെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇംഗ്ലണ്ട് കണ്ടീഷനിൽ ബാറ്റ് കൊണ്ടായാലും ഷർദുൽ താക്കൂർ വേണ്ട രീതിയിൽ അല്പമൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ജഡേജ ഉണ്ടാവും. ഇനി ജഡേജ അല്ലാതെ ഒരു എക്സ്ട്രാ ഓപ്ഷനൂടെ വേണമെങ്കിൽ കുൽദീപ് യാദവ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യം, ഇന്ത്യയുടെ കാര്യങ്ങൾ. ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സീരീസ് ഇംഗ്ലണ്ടിനും അല്പസ്വല്പം പരീക്ഷണങ്ങളൊക്കെ ഉള്ള ഒരു സീരീസാണ്. ഇപ്പം നമുക്കറിയാം ഇംഗ്ലണ്ട് കണ്ടീഷനാണ്. എന്തുകൊണ്ടും അവരെ സ്യൂട്ട് ചെയ്യും. ഇന്ത്യയുടെ ഒരു ന്യൂ ലീഗ് സ്ക്വാഡൂടെ ആണെന്നത് അവർക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് കൊടുക്കും എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലണ്ടിനും അവരുടേതായ സ്ട്രഗിൾസ് ഉണ്ട്. അതായത് ഇംഗ്ലണ്ട് ടീമിൻ്റെ ബോളിംഗ് എന്ന് പറയുന്നത് ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻ സീരീസുകളിൽ ഇന്ത്യയെ വിറപ്പിച്ച ജെയിംസ് ആൻഡേഴ്സൺ ആയാലും സ്റ്റുവർട്ട് ബ്രോഡ് ആയാലും അപ്പോൾ അവരുടെ ടീമിലില്ല. അവർ ഉണ്ടാക്കുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ഇനി അത് നികത്തേണ്ട, ആ ഒരു ഹോൾ ഫില്ല് ചെയ്യേണ്ട മെയിൻ ചുമതല എന്ന് പറയുന്നത് ക്രിസ് വോക്സിനാണ്. ഇപ്പോൾ ഈ ടീം അവർ ഓൾറെഡി 2 ദിവസം മുന്നേ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്ലേയിങ് 11. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ് വോക്സ് ആണ് അവരുടെ സീനിയർ ബോളറായിട്ട് വരുന്നത്. ഇപ്പം ആൻഡേഴ്സൺ വിരമിച്ചതിന് ശേഷമുള്ള 8 മത്സരങ്ങൾ നോക്കിയാൽ നല്ല ഫോമിലാണ് നമ്മുടെ ക്രിസ് വോക്സ് കളിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള മറ്റ് 2 ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്രൈഡൻ ഗാർഡ്സും പിന്നെ ഒന്ന് ജോഷ് ടങ്കുമാണ്. അവർ ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. 2 പേരും കൂടെ വെറും 8 ടെസ്റ്റുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കിയാൽ ഷോയബ് ബാഷർ 16 ടെസ്റ്റുകൾ മാത്രമാണ് ഷോയബ് ബാഷർ കളിച്ചിട്ടുള്ളത്. പിന്നെ അവർക്ക് ജെനുവിൻ ആയിട്ടുള്ളൊരു 5th ബോളിംഗ് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ബെൻ സ്റ്റോക്സിന് കുറച്ചുകൂടി ഒരു വർക്ക് ലോഡ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് നമുക്കറിയാം ജോ റൂട്ടിൻ്റെ ഒരു സ്പിൻ ബോളിംഗ് ആണ്. അപ്പോൾ ഒരു ഫാസ്റ്റ് ബോളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം വോക്സ് ഉണ്ട്, ബ്രൈഡൻ ഗാർഡ്സ് ഉണ്ട്, ജോഷ് ടങ് ഉണ്ട്. അപ്പോൾ പിന്നീട് 4ാമത്തെ ബോളറായിട്ട് വരിക തീർച്ചയായിട്ടും ബെൻ സ്റ്റോക്സ് ആയിരിക്കും. ഞാനിപ്പം പറഞ്ഞ ആ ഒരു ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് യൂണിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ ടീമിന് ഒരല്പം ആശ്വാസം തോന്നിയേക്കാം. കാരണം നമുക്കറിയാമല്ലോ ആൻഡേഴ്സൺ ഇല്ല, ബ്രോഡില്ല. അത് മാത്രമല്ല ബാക്കിയുള്ള ബോളേഴ്സിന് അവിടെ ഇവിടെ പരിക്കുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ്. ഇപ്പോൾ കഴിഞ്ഞ സീരീസുകളെല്ലാം നോക്കിയാൽ, അതായത് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു കഴിഞ്ഞ 2, 3, 4 സീരീസുകൾ എടുത്ത് നോക്കിയാലും ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളിംഗ് അറ്റാക്കാണ് ഈ ഒരു സീരീസിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആനുകൂല്യം മുതലെടുക്കാൻ തക്ക ഒരു ബാറ്റിംഗ് ഫയർ പവർ, ആ ഒരു ബാറ്റിംഗ് ഡെപ്ത് അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് കരുത്ത് ഇന്ത്യ പ്രകടമാക്കുമോ? പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ ഓവർഹെഡ് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ പ്രകടമാക്കുമോ എന്നുള്ള കാര്യം
നമ്മൾ കണ്ടു തന്നെ അറിയണം. അതോ ഇനി ഇംഗ്ലണ്ടിൻ്റെ ബാസ് ബോൾ ആണോ? അതായത് നമുക്കറിയാം ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ നമുക്കറിയാം ബ്രണ്ടൻ മെക്കല്ലം കോച്ചായതിന് ശേഷം. അപ്പോൾ അവിടെ അവർ ഒരു ചാർജ് എടുക്കുമോ? അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് പ്രെഡിക്റ്റഡ് പ്ലേയിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഇത് ആദ്യത്തെ മത്സരമാണ്. അതവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ത്യയുടെ ഫിക്സ്ഡ് ആയ സ്ലോട്ട്സ് എന്ന് പറയുന്നത് 1-2 ജയ്സ്വാൾ രാഹുൽ, അതുപോലെ തന്നെ 4 നമ്പറിൽ ഗില്ല്, 5 നമ്പറിൽ ഋഷഭ് പന്ത് എന്നിവരാണ്. ബോളിങ്ങിലേക്ക് വന്നാൽ ബുംറ, സിറാജ് കാണും. പിന്നെ തേർഡ് സീമർ ആരായിരിക്കും? അതുപോലെ തന്നെ ഷർദുൽ താക്കൂറിന് ചാൻസ് ഉണ്ട്. പിന്നീട് സ്പിന്നറായിട്ട് ജഡേജ ഉണ്ടാവും. പിന്നെ കുൽദീപ് യാദവിനെ ഇൻക്ലൂഡ് ചെയ്യുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്പർ 3, നമ്പർ 6 ഇവിടെ കരുൺ നായർ, സായി സുദർശൻ, അഭിമന്യു ഈശ്വരൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവർക്കുണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ അവർ തിരഞ്ഞെടുക്കും? ഇനി വേണമെങ്കിൽ സായി സുദർശനെ നമ്പർ 3 ഇട്ടിട്ട് കരുൺ നായറിനെ നമ്പർ 6 ഇടാം. അല്ലെങ്കിൽ കരുൺ നായരൻ തന്നെ നമ്പർ 3 ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു ഓൾറൗണ്ടറെ നമ്പർ 6 ഇടാം. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസ് ഇന്ത്യക്ക് മുമ്പിലുണ്ട്. അപ്പം ആദ്യത്തെ മത്സരം ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗസ് വർക്കുകളുടെ ഒന്നും കാര്യമില്ല. അവർ ഓൾറെഡി അവരുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സാക് ക്രോളി, ബെൻ ഡക്കറ്റ്, ഒലി പോപ്പാണ് 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുക. ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ബെൻ സ്റ്റോക്സ്, ജെയ്മി സ്മിത്ത്, വോക്സ്, കാഴ്സ്, ടങ്ക്, ബാഷർ. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഒരു പ്ലേയിങ് 11 വരുന്നത്. നമുക്കറിയാം ജോ റൂട്ട് എന്ന് പറയുന്നത് അസാമാന്യ ഫോമിലാണ്. അപ്പോൾ ജോ റൂട്ടിനെ എങ്ങനെ തടുത്തു നിർത്തും? ബൂംറയ്ക്കാവുമോ? ഇപ്പം ഈ ഒരു ബാസ് ബോളിനെതിരെ കളിക്കുമ്പോൾ ഏറ്റവും അവരെ ആ ഒരു ബാസ് ബോൾ എന്ന ഒരു ശൈലി കൊണ്ട് കീഴ്പ്പെടുത്താൻ ഇതേവരെ അവർക്ക് സാധിക്കാത്ത ബോളറാണ് ബുംറ. അപ്പോൾ ബുംറയെ ഡോമിനേറ്റ് ചെയ്യാൻ അവരുടെ ഒരു ബാസ് ബോൾ സ്റ്റൈലിന് കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു സീസണിലല്ല, ഈ ഒരു സീരീസിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു പുതിയ ജനറേഷനാണ്, ഒരു തലമുറ മാറ്റം എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഫേസിലാണ് ഇന്ത്യൻ ടീം. അപ്പോൾ നമ്മളൊരു ഭീകരമായ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഇന്ത്യക്ക് മുതലെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ അപ്പുറത്തെ ക്യാമ്പിലുണ്ട്. ഇപ്പോൾ അവരുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് സ്ട്രോങ് തന്നെയാണ്. ആ ഒരു ബാസ് ബോൾ സ്റ്റൈൽ തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുക. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോളിംഗ് ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അത് ഇന്ത്യൻ ടീമിന് മുതലെടുക്കാൻ കഴിഞ്ഞാൽ, അത്യാവശ്യത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ, വേണമെങ്കിൽ ആ ഒരു കണ്ടീഷനിലായാൽ പോലും ഇംഗ്ലണ്ട് ബാറ്റേഴ്സിനെ തടുത്തു നിർത്താൻ കഴിയുന്ന ഒരു ബോളിംഗ് ലൈനപ്പ് നമ്മുടെ ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് ബുംറ കളിക്കുകയാണെങ്കിൽ. ബുംറ ഇല്ലെങ്കിൽ ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറൻറ്റ് ഗെയിം. എന്നാൽ ബുംറ ഉണ്ടെങ്കിൽ, അത്യാവശ്യം റൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെ ചലഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ ഇപ്പോൾ ഇന്ത്യയുടെ ആ ഒരു സ്ക്വാഡിനെ പ്രിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ബാറ്റേഴ്സ് കരുത്ത് കാട്ടണം. അവർക്ക് പറ്റിയൊരു അവസരമാണ്. ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ബോളിംഗ് ആണ്, ഞാൻ പലവട്ടം പറഞ്ഞു. അപ്പോൾ അതിനെതിരെ ആ ഒരു അവസരം, ആ ഒരു ആനുകൂല്യം മുതലെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്പൈസി സീരീസിന് തന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കും. ഇനി അത് മുതലെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഒരു സീരീസ് തീർത്തും വൺ സൈഡായി പോകാനും സാധ്യതയുണ്ട്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഇമേജൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു ഗ്രീൻ ട്രാക്കാണ്. പക്ഷേ ഈ കുറച്ച് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് തുടക്കത്തിലൊരു ഗ്രീൻ ട്രാക്ക്, അതായത് സ്വിങ്ങിനെ അത്ര അധികം പിന്തുണയ്ക്കുന്ന ഒരു ട്രാക്കായി തുടങ്ങിയതിന് ശേഷം പതിയെ ബാറ്റിങ്ങിന് അനുകൂലമാവുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്റ്റാറ്റ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇന്നിങ്സിൽ കളക്റ്റീവ് ആവറേജ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ആണ് ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ. ഇവിടെ 27.48 ഇവിടുത്തെ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇന്നിങ്സുകളിലെ കളക്റ്റീവ് ബാറ്റിംഗ് ആവറേജ്. എന്നാൽ അത് തേർഡ് ആൻഡ് ഫോർത്ത് വരുമ്പോഴേക്കും ഹയസ്റ്റ് ആവറേജ് ആവും. 2010 ശേഷം തേർഡ് ആൻഡ് ഫോർത്ത് ഇന്നിങ്സിൽ ഹയസ്റ്റ് കളക്റ്റീവ് ആവറേജ് ഉള്ളത് ഈ ഒരു ഗ്രൗണ്ടിലാണ്. അതായത് 33.65 ആ ഒരു ബാറ്റിംഗ് ശരാശരി എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 2 ഇന്നിങ്സിനേക്കാൾ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നത് തേർഡ് ആൻഡ് ഫോർത്ത് ഇന്നിങ്സിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തുടക്കം നല്ല ബോളിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ചായിരിക്കും. എന്നാൽ മത്സരം മുന്നോട്ട് പോകുന്തോറും, മത്സരം പുരോഗമിക്കും തോറും കാര്യങ്ങൾ ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പിച്ച് കണ്ടീഷൻ. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 പേരുടെ പേര് പറയും ഇന്ത്യൻ സൈഡിൽ നിന്ന്. ഒന്ന് ഗില്ല്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം വിരാട് കോഹ്ലിയെ പോലൊരു ബാറ്റർ കൈയടക്കി വെച്ച ആ ഒരു പൊസിഷനിലേക്കാണ് ഗില്ല് എത്തുന്നത്. അത് മാത്രമല്ല പുതിയ നായകനും കൂടിയാണ്. അപ്പോൾ ഗില്ല് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക? അതുപോലെ ബുംറ എങ്ങനെയായിരിക്കും ഇംഗ്ലണ്ട് ടീമിനെതിരെ ഫെയർ ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ചാൻസസിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ ഇംഗ്ലണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ് വോക്സ്, നമുക്കറിയാം ഈ ഒരു ബോളിംഗ് യൂണിറ്റിൻ്റെ സ്പിയർ ഹെഡ് എന്ന് പറയുന്നത് ക്രിസ് വോക്സ് ആണ്. ബാക്കിയെല്ലാം ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ക്രിസ് വോക്സ് എങ്ങനെ ആ ഒരു ബോളിംഗ് ലൈനപ്പിനെ ലീഡ് ചെയ്യും? അതുപോലെ തന്നെ ജോ റൂട്ടിന് തൻ്റെ ഒരു പർപ്പിൾ പാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ഇതൊക്കെയാണ് ഞാൻ അവരുടെ ആ ഒരു കാര്യത്തിൽ ഉറ്റുനോക്കുന്ന പ്രകടനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു നല്ല സീരീസിന് തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിയട്ടെ. അതായത് ഒരു ഈക്വലി കോണ്ടസ്റ്റഡ് സീരീസിന് തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു പരമ്പരയുടെ ആദ്യത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ആർക്കായിരിക്കും ഒരു മികച്ച തുടക്കം ലഭിക്കുക? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമേ ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.